അമ്മയിൽ തമ്മിലടി. ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി? എന്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാ. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഇത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാ. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താ ഫീൽ ചെയ്യാൻ? നേരല്ലേ അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവിടെ വരുന്നവരെല്ലാം എന്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എന്റെ സുഹൃത്തുക്കളാണ്. ഇതുവരെയായിട്ടും എന്റെ പേരിൽ ഒരു ആരോപണം ഒരു മെമ്പറോ ആരോപിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. എന്റെ പൊന്നുപിള്ളേ വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേ. കേസ് കൊടുക്കുന്നത് ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. ഞാൻ ഇവരൊക്കെ കൂടെ ആയിരുന്നല്ലോ ഇത്ര നാൾ വർക്ക് ചെയ്തത്. എന്നെ അങ്ങനെയാണോ കണ്ടതെന്നല്ലേ ഞാൻ ചിന്തിക്കുക. ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് ഇവിടെ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യണ്ടേ? സാധാരണമായ ആരോപണങ്ങളാണ് അൻസിബ ഹസൻ ഇന്നലെ ടിനി ടോമിനെതിരെ ഉന്നയിച്ചത്. വളരെ വൈകാരികമായാണ് ടിനി ടോം പ്രതികരിച്ചതും. ഇതിലും ഭേദം സസ്പെൻഷനോ തരംതാഴ്ത്തലോ ആയിരുന്നു. നീ എന്നെ ചിരിപ്പിക്കാതെ. ഏതെങ്കിലും നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കരുത്, സാധാരണ മെമ്പേഴ്സിനോട്. ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കരുത്, സാധാരണ മെമ്പേഴ്സിനോട്. ഇവനതിലെന്തോ കൈയുണ്ട്. അയ്യോ അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ഇവിടുത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എന്റെ ഉണ്ടായിട്ടില്ല. ഞാൻ അത്രക്കാരൻ നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അവന്റെ ഒരു ചോക്ലേറ്റ്. ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ലേ. അപ്പൊ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. ഇതൊരു സംഘടിത നീക്കമാണെന്ന് എനിക്ക് സംശയം. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നതാണ്. അപ്പൊ ചിലപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നല്ലാതെ അല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. അമ്മയുടെ യോഗങ്ങളിൽ ഇത്തരം അടിപിടികൾ പതിവാണെന്നും അങ്ങനെയെങ്കിൽ ആർക്കെതിരെയും പരാതി നൽകാമെന്നുമായിരുന്നു അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ പ്രതികരണം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിംഗിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്. പിന്നെ ഒരു കുറവുമില്ല. ഇതെന്താ ഇതൊക്കെ ഇവിടെ പതിവാണ്. അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും മുകളിൽ കംപ്ലൈന്റ് ഉണ്ട്. ആകെ ഒരു ദുരന്ത കഥയാണ്. പോട്ടെ, കൺട്രോൾ ഞാൻ പോകുന്നു. ബൈ ബൈ.